നമസ്കാരം. ഇന്ത്യ ഇന്ന് ഒരു മഹാശക്തിയായി മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ലോകത്തിന്റെ ഭിക്ഷാടന പാത്രമായി മാറിയെന്നാണ് പാകിസ്ഥാന്റെ ഭരണ നിരീക്ഷകർ തന്നെ പറയുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. 10 വർഷത്തിൽ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളും വികസനങ്ങളും കണ്ട് ഞടുങ്ങിയിരിക്കുന്ന പാകിസ്ഥാന് പോലും ഇന്ത്യ ഇപ്പോൾ ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മോദി ഭരണത്തെ ഭയക്കുന്നത്. അതിർത്തിയിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും മോദി സർക്കാർ നിൽക്കില്ല എന്ന ഭയം പാകിസ്ഥാനെ ചെറുതായല്ല അസ്വസ്ഥമാക്കുന്നത്. കശ്മീരിനെ നോട്ടമിട്ട് നടക്കുന്ന പാകിസ്ഥാന് മോദി ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന ആഗ്രഹം വലിയ രീതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ലാഹോർ കരാർ ലംഘിച്ചത് തങ്ങളുടെ തെറ്റായിരുന്നുവെന്ന് വെളിപ്പെടുത്തി പാക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തന്നെ രംഗത്ത് വന്നിരുന്നു. ഇത് പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയായി. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒപ്പുവെച്ച കരാർ ലംഘിച്ചത് തങ്ങളുടെ തെറ്റായിരുന്നുവെന്നാണ് കരാർ ലംഘനം പരാമർശ മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് പറഞ്ഞത്. കാർഗിൽ യുദ്ധത്തിന് വഴിതെളിച്ച ജനറൽ പർവേസ് മുഷറഫിന്റെ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് നവാസ് ഷെരീഫിന്റെ ഈ വെളിപ്പെടുത്തൽ നടന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ എത്രത്തോളം ഇന്ത്യയെ നോക്കി അസ്വസ്ഥമാകുന്നു എന്നത്. ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായി ഉയർന്നുവെന്നത് പാകിസ്ഥാൻ പോലും അംഗീകരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുമ്പോൾ മറുവശത്ത് എസ്പിയും കോൺഗ്രസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് വിമർശിച്ചു. രാജ്യം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനങ്ങൾക്ക് വലിയ വില നൽകുന്നുണ്ട്. ഇന്ത്യയെ എവിടെയും താഴ്ത്തിക്കെട്ടുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശീലം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിക്കുന്ന വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളെ അവർ കാണുന്നില്ല. മറിച്ച് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് പോലും സ്വന്തം രാജ്യത്തെ വളരെ മോശമായി ചിത്രീകരിക്കാനാണ് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ഒരു മഹാശക്തിയായി മാറിയപ്പോൾ പാകിസ്ഥാൻ ലോകത്തിന്റെ ഭിക്ഷാടന പാത്രമായി മാറിയെന്നാണ് ഒരു പ്രമുഖ പാക് രാഷ്ട്രീയ നേതാവ് തന്നെ പറഞ്ഞത്. ഇന്ത്യയുടെ വളർച്ച അമിത വേഗമാണെന്ന് അവർ സമ്മതിച്ചു തരുന്നു. മോദിയെ പോലെ ഒരു നേതാവ് തങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും പരസ്യമായി പറയുന്നുണ്ട്. വികസനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ. ദീർഘവീക്ഷണത്തോടെ പ്രധാനമന്ത്രി നടപ്പാക്കുന്ന പദ്ധതികളെ ലോകരാജ്യങ്ങളും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. 3ാം വട്ടവും BJP അധികാരത്തിൽ വരുമ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയം നടപ്പിലാക്കും. ഒന്നിലധികം തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് രാജ്യത്തിന് ഒരു രീതിയിലും ഗുണകരമായ കാര്യമല്ലെന്നാണ് BJP വിശ്വസിക്കുന്നത്. സമയവും പണവും എല്ലാം പാഴാക്കുന്ന നടപടിയാണത്. ഒരു തിരഞ്ഞെടുപ്പോടെ UPയിലെ 2 പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാകും. സമാജ്വാദി പാർട്ടി വൈകാതെ തന്നെ സമാപ്തി പാർട്ടിയായി മാറും. 10 വർഷം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുമെന്നും രാജ്നാഥ് സിംഗ് പരിഹസിക്കുന്നു.